എടി സേതുലക്ഷ്മി, സ്വന്തം ഐഡന്റിറ്റിയിൽ നീ പോയി ഒരു വീഡിയോ ഇട്ടിട്ട് വാ, അപ്പം നിന്നെ ഞാൻ അംഗീകരിക്കാം. ചെല്ല് എൻ്റെ പൊന്നു മോളെ. പോയി എഡിറ്ററേ കുഞ്ഞമ്മേ ചെല്ല്. അമ്മച്ചി പോകൂ. സേതുലക്ഷ്മി പറട്ട കിളവി ഇറങ്ങുമ്പോൾ എനിക്ക് ദൈവമേ. എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ട്. ഞാൻ കുറെ നേരമായി ക്ഷമിക്കും. എനിക്ക് വയസ്സായി എൻ്റെ സേതുവിന് വയസ്സ്. ഇന്നലെ മുതൽ ഓങ്ങി വെച്ചതാ. സേതു എങ്ങനെയുണ്ട് നിനക്ക് കിട്ടിയ? ദൈവമേ, ഇന്നലത്തെ എൻ്റെ എല്ലാ ഇതും ഇന്നാണ് ശരിക്കും സത്യം പറഞ്ഞാൽ തീർന്നത്. എന്തോരം സങ്കടമായിരുന്നു എനിക്ക്. അയ്യോ ഇത് തീരുന്നില്ല. അയ്യോ എനിക്ക് വയ്യ ദൈവമേ. ഹരി ഓൺ. പിന്നെ എന്താണ് ആദർശ് ഇവിടെ ഒരു മെസ്സേജ് ഇട്ട് എവിടെ പോയി? ഹരി ഒന്ന് പോടാ. എടി സേതുലക്ഷ്മി, നീ പോയിട്ട് നീ കറക്റ്റായിട്ട് നല്ലൊരു ഐഡിയ ഒരു വീഡിയോ ഇടുക. അപ്പം നിന്നെ താങ്ങാനും ആള് വരും. ഹരി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും വരും നിന്റെ മൂഡ് താങ്ങാനായിട്ട്. നീ ചെല്ല്. പോടി കുണുവാവത്തള്ളേ. ദൈവമേ, നിന്റെ ചുരുക്ക് തീർക്കേണ്ടത് ഇവിടെ അല്ല, അത് നിന്റെ വീട്ടില്. ഓടി ചെല്ല്. പിന്നെ വേറെന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ? പറയൂ പറയൂ. അതും ബിഗ് ബോസിലെ രണ്ടെണ്ണത്തിൻ്റെ എടുത്തിട്ടിട്ടാണ് പറയുന്നത്. കൊള്ളാം കേട്ടോ അതിൻ്റെ പ്രൊഫൈല്. കിളവീര പ്രൊഫൈല് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. യക്ഷിയുടെ പല്ല്. ഹരി അയ്യടാ എനിക്കങ്ങ് നൊന്ത്. എനിക്ക് അയ്യ. ഹരിയെ എൻ്റെ സേതു വല്യമേ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. ഇല്ല നെത്തോലി, നിന്റെ വല്യമ്മേനെ ഇവിടെ ആരും ഒന്നും പറയത്തില്ല. എന്ത് പറയൂ. ഹരി അവൾ കിളവിയല്ല, കിളവന് കിളവന് എനിക്ക് വയ്യ. ആദർശ് നയൻതാണെന്ന് പറയണുണ്ട്. അത് നയനാണ്. എനിക്ക് വയ്യ. എന്തൊക്കെയാ ലൈവിൽ പറയുന്നത്? അയ്യോ എനിക്ക് വയ്യ. ചാന്ത് പൊട്ടാണ് അത് ഹരി എന്ന് പറഞ്ഞ് ചിരിക്കണുണ്ട് ആദർശ്. പിന്നെ ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെണ്ണെ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന്. ആണോ? അടിപൊളി. ക്രെഡിറ്റ് മത്തേച്ചാൻ കൊടുക്കണം. ആ സേതുലക്ഷ്മിക്ക് സായിപ്പിന്റെ ബാധ കയറിയേ. ഇനി പറഞ്ഞതുള്ളൂ. സേതുലക്ഷ്മി, പൂക്കളൊന്നുമില്ല അർച്ചന നടത്താൻ. ഞാൻ ഇങ്ങനെ അർച്ചന നടത്തിയാൽ മതിയോ? തമ്പുരാട്ടി നിന്റെ ഒന്ന് ഇറങ്ങിപ്പോടി കുണുവാവത്തള്ളേ. പിന്നെ പുതുതായി വരുന്നവരുടെ മെസ്സേജ് വായിക്കില്ലേ? ആരാ പറഞ്ഞത് മെസ്സേജ് വായിക്കത്തില്ല എന്ന്? സാംദാസ്. പിന്നെ എല്ലാവരും മെസ്സേജും വായിക്കും, വായിക്കാതെയൊന്നും ഇരിക്കത്തില്ല. ചക്കരയെന്ന് വിളിക്കുന്നുണ്ട്. സേതു അമ്മയ്ക്ക് നാളെ 93-ാം പിറന്നാൾ. എല്ലാവരും ഒന്ന് വിഷു ചെയ്യണേ. നെത്തോലിയേ. ഇനി നീ
ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ വായിൽ മന്നി പടക്കം വെച്ച് കെട്ടും, വെച്ച് പൊട്ടിക്കും.